എല്ലാ മതങ്ങളും ഒന്നാണെന്നും ദൈവവിശ്വാസത്തിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. കൊല്ലം തുരുത്തിക്കര ഇമ്മാനുവേൽ മാർത്തോമാ പള്ളിയിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഒരു വർഷക്കാലം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് സമാപനമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പല വഴികളുണ്ടെന്നും ദൈവവിശ്വാസത്തിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ മതം മാറേണ്ട ആവശ്യമില്ലെന്നും ഗവർണർ പറഞ്ഞു. But they have different path. If I want to come here, I may be having this road, but there may be some other way also to come here. We have different ways to reach to the God's temple. That is what our ancestors have been telling us. That is why we always believe in one faith only, and that is God. His existence cannot be challenged. Some people do that, but it should not be. തന്റെ കുട്ടിക്കാലത്ത് വീടിനടുത്തുള്ള പള്ളിക്ക് മുന്നിൽ കളിച്ചു വളർന്ന അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. But our past generation must also have taken some faith, some guidance, and some path to do some social work for the society. I come from Goa and I stay there in Goa. My house residence is in a city called Vasco da Gama. We also have a Vasco da Gama town here. My childhood was there happening in a place called Non-Mon, or it was called Karivivado. And just about 400 meters away from my residence, there was the church, St. Andrew's Church. And all my childhood went there while playing with the parish church, their parish and priests there. I was always seen in the church. If my mother wants to find me where I am, she just has to go to the church, and I am playing with my all other friends there. So I have had a very good relation with the church there. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റൈറ്റ് റവറൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടൂർ ഭദ്രസനാധിപൻ റൈറ്റ് റവറൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ, കൊടിക്കുന്നിൽ സുരേഷ് എം പി, കോവൂർ കുഞ്ഞുമോൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ശതാബ്ദി ആഘോഷങ്ങളുടെ സുവനീർ പ്രകാശനം, ചാരിറ്റി ഫണ്ട് സ്വീകരണം, പ്രവാസി കൂട്ടായ്മയുടെ ഉദ്ഘാടനം, ലോഗോ പ്രകാശനം, ശതാബ്ദി മെമ്മോറിയൽ, പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം എന്നിവയും ചടങ്ങിൽ നടന്നു. ജനം, കൊല്ലം.